പുതിയ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ തർക്കം തീരാതെ യൂത്ത് കോൺഗ്രസ്. അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനു ചുള്ളിയിൽ, OK ജനീഷ് എന്നിവരിലേക്ക് ചർച്ച ചുരുങ്ങിയതോടെയാണ് ഐ ഗ്രൂപ്പ് നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അബിൻ വർക്കിക്കായി ക്യാമ്പയിൻ സജീവമാക്കിയിട്ടുമുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ ഒഴിവിലേക്കാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷനെ ഇല്ലാതെ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു ആശങ്കയിലായിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് തർക്കത്തിലേക്ക് തന്നെ ഈ വിഷയം എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബിൻ വർക്കിക്ക് വേണ്ടി ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്, ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ എന്താണ് KPCCയുടെ നിലപാട്? എപ്പോഴുണ്ടാകും ഒരു പുതിയ അധ്യക്ഷന് തീരുമാനം? പ്രജന ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള ഇപ്പോൾ കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അത് ആദ്യ ദിവസം മുതൽ തന്നെ തർക്കം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാതെയായി ഒരു മാസം പിന്നിട്ടിട്ടും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉടൻ ഈ ഒരു അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്നൊരു നില വന്നതോടുകൂടിയാണ് ഐ ഗ്രൂപ്പ് നിലപാട് ഘടിപ്പിച്ചത്. ആദ്യം ഉണ്ടായിരുന്ന പേരുകളിൽ നിന്ന് മാറി 2 പേരുകളിലേക്ക് ഈ പ്രസിഡന്റ് ആര് എന്നുള്ള ചർച്ചകൾ ചുരുങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നത്. ബിനു ചുള്ളിയിലോ OJ ജനീഷോ ആകും എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഐ ഗ്രൂപ്പ് നിലപാട് ഘടിപ്പിക്കുന്നത്. നേരത്തെ KM അഭിജിത്ത് ആണെങ്കിൽ പോലും അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്ന ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഒരു കാരണവശാലും ഈ 2 പേരുകളും അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് ബിനു ചുള്ളിയിലിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അബിൻ വർക്കിയെ ഇനി പരിഗണിച്ചില്ലെങ്കിൽ, അബിൻ വർക്കിക്കായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല. അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ തന്നെ അബിൻ വർക്കിക്കായി ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഈ യോഗ്യതയുടെ മാനദണ്ഡമൊക്കെ ചേർത്തൊരു പട്ടിക ഉൾപ്പെടെ അവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഐ ഗ്രൂപ്പുകാർ തന്നെ എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇവരുടെ ഇപ്പോൾ നിലവിൽ പരിഗണിക്കുന്ന 4 പേരുടെയും പ്രായം, അവർക്കുള്ള ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ബിനു ചുള്ളിയിലും ഒപ്പം തന്നെ KM അഭിജിത്തും മത്സരിച്ചിട്ടില്ല. അബിൻ വർക്കിക്ക് 1,70,000-ത്തിലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. 72-ലധികം കേസുകളാണ് 2 വർഷത്തിനിടെ വന്നതെന്നതുൾപ്പെടെയുള്ള ഒരു പട്ടിക ഐ ഗ്രൂപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ സജീവമായ ഒരു ചർച്ച, സജീവമായി തന്നെ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കാനും നിലവിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ ആലോചിക്കുന്നുണ്ട്. ശരി, സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.